മോഹൻലാലിന്റെ 'സ്ഫടികം', 'ദേവദൂതൻ', 'ഛോട്ടാ മുംബൈ', 'മണിച്ചിത്രത്താഴ്', 'രാവണപ്രഭു' തുടങ്ങിയ സിനിമകളെല്ലാം റീ റിലീസ് വലിയ നേട്ടങ്ങളാണ് കൊയ്തത്. തിയേറ്ററിൽ ആരവമുണ്ടാക്കിയിട്ടും കളക്ഷനിൽ മുന്നേറ്റമുണ്ടാക്കിയിട്ടും ഈ സിനിമകളെല്ലാം കടന്നുപോയി. അടുത്തിടെ മറ്റൊരു മോഹൻലാൽ സിനിമ കൂടി റീ റിലീസ് ചെയ്തിരുന്നു. ജോഷി ഒരുക്കിയ 'റൺ ബേബി റൺ' വമ്പൻ നിരാശയാണ് സിനിമ സമ്മാനിക്കുന്നത്. മോഹൻലാൽ റീ റിലീസുകളിൽ നിന്ന് വിപരീതമായി മോശം വരവേൽപ്പാണ് 'റൺ ബേബിക്ക് റൺ' തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്നത്. വെറും 3.06 ലക്ഷം മാത്രമാണ് സിനിമയ്ക്ക് പ്രീസെയിൽ നേടാനായത് എന്നാണ് കണക്കുകൾ. ഇതിന് പിന്നാലെ ആദ്യ ദിനം ചിത്രത്തിന് കിട്ടിയ കളക്ഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. റിലീസ് ചെയ്ത ആദ്യ ദിനം 3,38,000 രൂപയാണ് ചിത്രം തിയേറ്ററിൽ നിന്ന് നേടിയത്. റീ റിലീസിൽ മോഹൻലാൽ ചിത്രത്തിന് കിട്ടുന്ന ഏറ്റവും മോശം കളക്ഷൻ മാത്രമല്ല, മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ചിത്രങ്ങളിൽ ആദ്യ ദിനം രണ്ടാമത്തെ ഏറ്റവും മോശം കളക്ഷൻ കൂടിയാണ് ചിത്രത്തിന് ലഭിച്ചത്. ലിസ്റ്റിൽ ആദ്യ സ്ഥാനത്ത് നിൽക്കുന്നത് ദുൽഖർ സൽമാന്റെ നായകനായ ഉസ്താദ് ഹോട്ടലാണ്. ദുൽഖറിന്റെ കരിയറിലെ മികച്ച ചിത്രങ്ങളിലൊന്നായ ചിത്രം റിലീസുടൻ 67,150 രൂപ മാത്രമാണ് നേടിയെന്ന റിപ്പോർട്ടുകൾ. റൺ ബേബി റണ്ണിന്റെ റൂമിന്റെ വരവോടെ ആശ്വാസം പകർന്നത് മമ്മൂട്ടിക്കാണ്. പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥയായിരുന്നു കളക്ഷനിൽ പിന്നിട്ട് നിൽക്കുന്ന മമ്മൂട്ടി ചിത്രം. 1,00,000 കുറവായിരുന്നു സിനിമയുടെ കളക്ഷൻ എന്ന റിപ്പോർട്ടുകൾ. മോഹൻലാൽ ആരാധകർ നിരാശയിലാണ്. എന്തിനാണ് ഇങ്ങനെയൊരു റിലീസ് ചെയ്തത് എന്നാണ് ആരാധകർ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത്. റിലീസ് ചെയ്യാൻ പാകത്തിൽ നിറയെ മോഹൻലാൽ സിനിമ ഉണ്ടെന്നും റൺ ബേബി റൺ വേണ്ടിയിരുന്നില്ല എന്നാണ് ഈ കമന്റുകൾ.